സ്ഥിതിക്ക് ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചോളണമെന്ന് വിചാരിക്കാതെ ദാസർ പോയി. ഇവിടെയാണ് ആ വാക്യം നമ്മൾ ശ്രദ്ധിക്കണം. ദൈവത്തോടുള്ള സമത്വം. ദൈവത്തോടുള്ള സമത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മടിയിലിരിക്കുന്ന ദൈവോത്തരൻ ദൈവത്തോട് സമം തന്നെയാണ്. കാരണം ദൈവത്തെ അന്വേഷിച്ച് എനിക്ക് ഒരു 10 ഗ്രാം സ്വർണം വേണം. 10 ഗ്രാം സ്വർണത്തിന് വേണ്ടിയിട്ട് ഞാൻ പോവുക. പോയി കഴിഞ്ഞപ്പോഴത്തേക്കും സ്വർണ്ണമൊന്നുമില്ല. അപ്പോൾ ഒരാൾ എന്നോട് പറഞ്ഞു, ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരാഭരണമാണ്. ഈ ആഭരണം ഉണ്ടാക്കുമ്പോൾ അതിന് ഇത്ര തൂക്കം വേണം, ഇത്ര വലിപ്പം വേണം, ഇത്ര ക്വാളിറ്റി വേണം, അതിൻ്റെ ശുദ്ധി ഇത്ര വേണം, കളർ ഇത്ര വേണം, മുതലായിട്ടുള്ള കാര്യങ്ങളെല്ലാം പറയുക. ഞാൻ 10 ഗ്രാം സ്വർണത്തിന് ചെന്നതാണ്. സ്വർണ്ണമൊന്നും കിട്ടാനില്ല. എന്നോട് ഒരാൾ പറഞ്ഞു തരാം. പക്ഷെ സ്വർണമെന്ന് പറയാൻ പറ്റില്ല. എനിക്കതിനെക്കുറിച്ച് അറിവില്ല. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താ? എനിക്ക് 10 ഗ്രാം ആയിരിക്കണം. പിന്നെ 10 ഗ്രാം സ്വർണമാണെങ്കിൽ അതിന് ഇത്ര അളവുണ്ടാവും, ഇത്ര സൈസ് ഉണ്ടാവും. ശരി, ആ സൈസ്. പിന്നെ അതിൻ്റെ നിറം ഗോൾഡ് ആയിരിക്കണം, സ്വർണ്ണ നിറമുണ്ടായിരിക്കണം. ശരി. അതിൻ്റെ സൂക്ഷ്മത ഉരച്ച് പരിശോധിച്ച് കഴിയുമ്പോൾ സൾഫ്യൂരിക് ആസിഡ് അത് കഴുകിക്കളയുമ്പോൾ നഷ്ടപ്പെടാൻ പാടില്ല. ആ സൾഫ്യൂരിക് ആസിഡിൻ്റെ പവറിനെ അതിജീവിച്ച് അത് നിൽക്കണം. അത് കുഴപ്പമില്ല. വന്ന് നോക്ക്. ചെന്ന് നോക്കിയപ്പോൾ സ്വർണമില്ലാത്തൊരു സ്ഥലത്ത് എനിക്ക് 10 ഗ്രാം സ്വർണം തന്നു. ആ 10 ഗ്രാം സ്വർണം അതിൻ്റെ രൂപമായിട്ട് നോക്കി, അതിൻ്റെ സൈസ് നോക്കി, ആ തൂക്കവും അതിൻ്റെ അളവും തമ്മിലുള്ള രൂപവും തമ്മിലുള്ള താരതമ്യം ശരിയാ, അത് മതി. നോക്കിയപ്പോൾ ഒന്ന് വാഷ് ചെയ്തപ്പോൾ നല്ല ഗോൾഡൻ കളറ്. എൻ്റെ സൂക്ഷ്മത പരിശോധിച്ച് ആസിഡിൽ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഒരു കുഴപ്പമില്ല. ആസിഡ് വീണെങ്കിലും ആ സ്വർണത്തിന് ഒരു ദോഷം വന്നിട്ടില്ല. കർത്താവ് സാധനം. സ്വർണമോ? ഇനി ഞാൻ വേറെ എന്തിനാ സ്വർണത്തിൽ നോക്കിയിരിക്കുന്നത്? സ്വർണത്തിൽ നിന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന മുഴുവൻ എനിക്കതിൽ നിന്ന് കിട്ടി. സ്വർണത്തെ ഞാൻ എങ്ങനെ ചിന്തിച്ചിരിക്കുന്നുവോ അത് മുഴുവൻ എനിക്കതിൽ നിന്ന് കിട്ടി. ഇനി അതിന് സ്വർണ്ണമെന്ന് പേരിട്ടാലും എന്തെന്ന് പേരിട്ടാലും ഞാൻ അന്വേഷിച്ചത് എനിക്ക് കിട്ടി. കർത്താവിൻ്റെ വചനം പറയുന്നത്, കർത്താവ് പറയാം, ഞാൻ എൻ്റെ പിതാവിൻ്റെ പ്രവൃത്തി ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കണ്ട. പിതാവിൻ്റെ പ്രവൃത്തി തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. പിതാവിനോട് കേട്ട് പഠിച്ചവൻ എൻ്റെ അടുക്കൽ വരും. കാരണം നിങ്ങൾ അവൻ്റെ ശബ്ദം കണ്ടിട്ടില്ല, അവൻ്റെ രൂപം കണ്ടിട്ടില്ല. കാരണം അവൻ്റെ തേജസ് ദൈവത്തിൽ നിന്നുള്ള ഏകജാതനായവൻ്റെ തേജസ്സായി കണ്ടു. ഓരോന്നും കൂട്ടിച്ചേർത്തു. അവൻ ദൈവത്തിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത് അവൻ്റെ പ്രവൃത്തി തൻ്റെ സ്വഭാവം തേച്ചിപ്പാൻ അവന് കഴിയുകയില്ലല്ലോ. അവൻ്റെ സ്വഭാവം, ദൈവത്തെക്കുറിച്ച് ഞാൻ എന്ത് മനസ്സിലാക്കിയിരിക്കുന്നുവോ, ദൈവത്തിൽ നിന്ന് എനിക്ക് എന്ത് വേണമോ അത് മുഴുവനും എനിക്ക് ഇവരിൽ നിന്ന് കിട്ടി. ആരിൽ നിന്ന്? ദൈവപുത്രനിൽ നിന്ന് കിട്ടി. അതുകൊണ്ട് കർത്താവിൻ്റെ വചനം പറയുകയാണ്, ഇത് ജാതികളോട് പറഞ്ഞാൽ അത് മനസ്സിലാവില്ല, യഹൂദനോട് പറഞ്ഞാൽ മനസ്സിലാവും. യഹൂദനോട് പറഞ്ഞു, യേശു പറഞ്ഞു, ദൈവം എൻ്റെ സ്വന്തം പിതാവാണ്. ദൈവം എൻ്റെ സ്വന്തം പിതാവാന്ന് പറഞ്ഞു. അവിടെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് അവരെ എറിയാൻ കല്ലെടുത്തു. നീ എന്താ പറഞ്ഞേ? ദൈവം സ്വന്തം പിതാവാണ്. ദൈവം പിതാവെന്നല്ല പറഞ്ഞേ, സ്വന്തം പിതാവ്. അതിനുശേഷം അവിടെ എഴുതിയിരിക്കുകയാണ്,
ദൈവം സ്വന്തം പിതാവെന്ന് പറഞ്ഞ് ദൈവത്തോട് സമനാക്കിയതുകൊണ്ട് അവർ അവനെ എറിയുവാൻ കല്ലെടുത്തു. അപ്പോൾ പുത്രൻ എന്ന് പറയുന്നത് ദൈവത്തോട് സമനാണ്. പുത്രനെ കൂടാതെ ആരും ദൈവത്തെ കാണുകയില്ല. പുത്രൻ മുഖാന്തരമല്ലാതെ ആരും ദൈവത്തിൻ്റെ അടുക്കൽ എത്തുകയില്ല. അവൻ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമയാണ്. അവൻ സകലത്തിനും മുൻപേ ഉള്ളവനാണ്. അവൻ സകലത്തിനും ആധാരമായിരിക്കുന്നവനാണ്. അവനാണ് യഥാർത്ഥത്തിൽ ദൈവരൂപം. അവനാണ് യഥാർത്ഥത്തിൽ ദൈവരൂപം. ആ ദൈവരൂപം, ആ സമത്വം മുറുകെ പിടിച്ചോളണമെന്ന് വിചാരിക്കാതെ ആ ദൈവത്തോടൊപ്പം ഇരുന്നവനാണ്. പക്ഷെ മനുഷ്യനെ രക്ഷിക്കാൻ അതവിടെ വെച്ചതിന് ശേഷം നിഴലായി മറിയിൽ വന്നപ്പോൾ അതിന് ദാസരൂപം കൈവന്നു. 2 രൂപമാണ്. ഏതൊക്കെയാണ്? കർത്താവിന് സ്തോത്രം. ദൈവത്തിൻ്റെ മടിയിൽ ദൈവപുത്രൻ, ദൈവത്തിൻ്റെ സർവ്വവ്യാപിത്വത്തിൻ്റെ മടിയിൽ, ഞാൻ അത് പറയുന്ന ആലങ്കാരിക ഭാഷയിൽ തന്നെ പറയാം, അതിലെഴുതിയിരിക്കുന്നു. സ്വർഗത്തിലേക്ക് നോക്കുമ്പോൾ ദൈവത്തിൻ്റെ മടിയിൽ ദൈവപുത്രൻ ഇരിക്കുന്നു. മറിയ പ്രസവിച്ച ആ മനുഷ്യനിലേക്ക് നോക്കുമ്പോൾ ദൈവത്തിൻ്റെ സർവ്വവ്യാപിത്വമായ പരിശുദ്ധാത്മാവിൻ്റെ മടിയിൽ മനുഷ്യപുത്രൻ ഇരിക്കുന്നു. ഈ 2 രൂപങ്ങൾ അപ്പോൾ നമ്മൾ ഓർത്തു കാണും. അപ്പോൾ പരിശുദ്ധാത്മാവിനാൽ ഉളമായ ഈ പ്രജ ഭൂമിയിൽ ജീവിച്ചു. ഭൂമിയിൽ ജീവിച്ചതിന് ശേഷം അവൻ 33.5 വയസ്സ് വരെ കാൽവരിയിലേക്ക് പോകുന്നതുവരെയും ദൈവം അവനെ ഏൽപ്പിച്ചിട്ടുള്ള സകല പ്രവൃത്തികളും ചെയ്തു തീർത്തു. ദൈവം അവനെ കൊണ്ട് എന്ത് ഉദ്ദേശിച്ചിട്ടുണ്ടോ ആ പ്രവൃത്തികളെല്ലാം ചെയ്തു തീർത്തു. കർത്താവ് പറഞ്ഞു, ഞാൻ എൻ്റെ പിതാവിൻ്റെ നാമത്തിൽ വന്നിരിക്കുന്നു, ഞാൻ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ വന്നിരിക്കുന്നു. അപ്പനും മോനുമായിട്ടുള്ള ബന്ധമാണ്. അപ്പനും മോനുമായിട്ടുള്ള ബന്ധമാണ്. അപ്പനും മോനുമായിട്ടുള്ള ബന്ധത്തിൽ പ്രധാനമാണ് അപ്പൻ്റെ പേര് നിലനിർത്തുന്നവൻ. രണ്ടാമത്തത് അപ്പൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവൻ. മൂന്നാമത്തത് അപ്പൻ്റെ പ്രവൃത്തി ചെയ്ത് പൂർത്തിയാക്കുന്നവൻ. പറഞ്ഞിട്ടുണ്ടോ? യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. 5:45 പറയുന്നത്, ഞാൻ എൻ്റെ പിതാവിൻ്റെ നാമത്തിൽ വന്നിരിക്കുന്നു. വീണ്ടും കർത്താവ് പറയുകയാണ്, ഞാൻ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്ത് അവൻ്റെ പ്രവൃത്തി തികയ്ക്കുന്നതാണ് എൻ്റെ ആഹാരം. അവൻ്റെ ഇഷ്ടം മുഴുവനും ദൈവത്തിൻ്റെ ഇഷ്ടമായിരുന്നു. മൂന്നാമത്തത്, ഞാൻ എൻ്റെ പിതാവിൻ്റെ പ്രവൃത്തി ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങൾ വിശ്വസിക്കണ്ട. പിതാവ് എന്ത് പ്രവർത്തിച്ചോ, പിതാവ് എന്തെല്ലാം പ്രവർത്തിക്കണോ അത് ഞാനും പ്രവർത്തിക്കണം. കർത്താവിന് സ്തോത്രം. അങ്ങനെ പ്രവൃത്തി തീർന്ന സമയത്ത് ഒരു ദിവസം ഒരിക്കൽ അവൻ പറയുകയാണ്, ഇന്ന് മുതൽ എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കും. ഇന്ന് എന്ന് പറയുന്ന ഒരു ദിവസം വരിക. ഏതാണ്? കാൽവരിയിലേക്ക് പോകാൻ പോവാം. ശുശ്രൂഷ തികച്ച് കാൽവരിയിലേക്ക് പോകാൻ പോവാം. അങ്ങനെ പിതാവിൻ്റെ നാമത്തിന് അവൻ അർഹനായി തീരാൻ പോവാം. യേശു എന്ന നാമത്തിന് അവൻ അർഹനായി തീരാൻ പോവാം. കർത്താവ് പറഞ്ഞു, മനുഷ്യപുത്രൻ തേജസ്കരിക്കപ്പെടാനുള്ള നാഴിക വരുന്നു. തേജസ്കരിക്കപ്പെടാൻ പോവാം. പിതാവിനോട് പ്രാർത്ഥിച്ചു, പിതാവേ, ഭൂമിയിൽ ഞാൻ നിന്നെ മഹത്വപ്പെടുത്തി. നീ എനിക്ക് ചെയ്യാൻ തന്നിരിക്കുന്ന പ്രവൃത്തി തികച്ചിരിക്കുന്നു. ഇപ്പോൾ പിതാവേ, ലോകസ്ഥാപനത്തിന് മുമ്പേ എനിക്ക് നിൻ്റെ അടുക്കലുണ്ടായിരുന്ന മഹത്വത്തിൽ എന്നെ ചേർത്തുകൊള്ളാണ്. ഈ മനുഷ്യൻ പറയുക, ഭൂമിയിൽ വന്ന ദാസരൂപം ആയിത്തീർന്ന ആണ് പറയുകയാണ്, ഈ ലോകം സ്ഥാപിക്കുന്നതിന് മുമ്പേ ഞാൻ നിൻ്റെ അടുക്കലുണ്ടായിരുന്നു. ലോകം സ്ഥാപിക്കുമ്പോൾ എങ്ങനെയുണ്ടായിരുന്നു? സംശയമൊന്നും വേണ്ട. അവൻ്റെ മടിയിലിരിക്കുന്നുണ്ടായിരുന്നു. ദൈവപുത്രൻ അഗ്നിജ്വാലയ്ക്കുള്ള കണ്ണുള്ളവനായിട്ട്, മുഖം സൂര്യനെ പോലെ പ്രകാശിക്കുന്നവനായിട്ട്, ആ രൂപം
അതിനോട് സമത്വം മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്ത് മനുഷ്യൻ്റെ രക്ഷയ്ക്ക് വന്നതാണ്. ആ പ്രവൃത്തി തികച്ച് ദൈവേഷ്ടം തികച്ചതിന് ശേഷം പ്രാർത്ഥിക്കുകയാണ്, പിതാവേ, ഞാൻ നിൻ്റെ പ്രവൃത്തിയെ തികച്ചിരിക്കുന്നു, നിന്നെ ഭൂമിയിൽ മഹത്വപ്പെടുത്തിയിരിക്കുന്നു, പുത്രനെ മഹത്വപ്പെടുത്തണമേ. കർത്താവിന് സ്തോത്രം. തേജസ്കരിക്കപ്പെടാനുള്ള നാഴിക വന്നു. പിതാവേ, നിൻ്റെ നാമത്തെ മഹത്വീകരിക്കണം. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ എനിക്ക് വേണം 10 ഗ്രാം സ്വർണം. അതിൻ്റെ രൂപം, അളവ് എൻ്റെ കയ്യിലുണ്ട്. അതനുസരിച്ച് വേണം കിട്ടാൻ. സ്വർണത്തിൻ്റെ കളറായിരിക്കണം. അത് പരിശോധിക്കുമ്പോൾ, ആസിഡിൽ പരിശോധിക്കുമ്പോൾ ദോഷം വരരുത്. പ്രധാന സ്തോത്രം. കേട്ടവൻ പറഞ്ഞു, ഞാൻ തരാം, പക്ഷെ സ്വർണ്ണമാണെന്നൊന്നും എന്നോട് ഉപയോഗിക്കരുത്. നീ പറഞ്ഞ സാധനം ഞാൻ തരാം. സ്വർണത്തെക്കുറിച്ച് അറിവില്ലാത്തവന് ഇങ്ങനൊരു സാധനം ആണോ നോക്ക്. ഒന്ന് പരിശോധിച്ച് നോക്കി. എനിക്കൊരു സാധനം കിട്ടി, 10 ഗ്രാം. അളന്നു നോക്കി, കറക്റ്റ്. പിന്നെ കഴുകി നോക്കി, തിളങ്ങുന്നു. സ്വർണത്തിൻ്റെ കളർ. ആസിഡിൽ പരിശോധിച്ച് നോക്കി, ഒരു കോട്ടവുമില്ല. അശേഷം കലർപ്പില്ലാത്ത സ്വർണത്തിൻ്റെ എല്ലാ യോഗ്യതകളും. ഞാൻ മടങ്ങി എന്തുമായിട്ട്? സ്വർണമായിട്ട് മടങ്ങി. ഞാൻ മടങ്ങിയത് സ്വർണമായിട്ടാണ്. ഇന്ന് എൻ്റെ കയ്യിൽ വന്ന സാധനത്തിൻ്റെ പേര് എന്തായി തീർന്നു? സ്വർണം എന്ന പേര് വീണു. ഇതുപോലെ ദാസരൂപം എടുത്തവൻ ബാല്യം മുതൽ വളർച്ച പ്രാപിച്ച ശുശ്രൂഷ തികച്ചു. ദൈവേഷ്ടവും ദൈവപ്രവൃത്തിയും പൂർണ്ണമാക്കി. നോക്കിയപ്പോൾ പിതാവിൻ്റെ അതേ പ്രവൃത്തി, പിതാവിൻ്റെ അതേ ഇഷ്ടം, പിതാവിൻ്റെ യോഗ്യതകളെല്ലാം, പിതാവിൻ്റെ അതേ സ്വഭാവം, പിതാവിൻ്റെ അതേ ശബ്ദം. അയ്യോ, പിതാവിൽ നിന്ന് എന്ത് വ്യത്യാസം? ഒരു വ്യത്യാസമില്ല. ശരി, ദൈവത്തെ പ്രാർത്ഥിച്ചു, പിതാവേ, എൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. അതായത് എന്നെയും കൂടി ആ പേര് വിളിക്കണമെന്നാണ്. സ്വർഗത്തിൽ നിന്ന് ശബ്ദമുണ്ടായി, ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും മഹത്വപ്പെടുത്തും. അങ്ങനെ വീണ പേരാണ് ഈ പുത്രന് വന്ന, ഈ ദാസരൂപത്തിന് വന്ന പേരാണ് യേശു. കഥാർത്ഥം. യഥാർത്ഥത്തിൽ ഈ നാമം പുത്രൻ്റെ അല്ല, പിതാവിൻ്റെയാണ്. ഈ പുത്രൻ ഇവിടെ വന്ന് ദൈവശബ്ദം, ദൈവത്തിൻ്റെ പ്രവൃത്തി, ദൈവത്തിൻ്റെ ഇഷ്ടം പൂർണ്ണമാക്കി തികച്ചതോടുകൂടി പിതാവ് എന്തെല്ലാം ചെയ്തിട്ടുണ്ടോ, പിതാവിന് എന്തെല്ലാം സ്വഭാവമുണ്ടോ, അത് മുഴുവനും വെളിപ്പെടുത്തിയപ്പോൾ പിതാവ് കൊടുത്ത പേരാണ് തൻ്റെ പേരങ്ങ് കൊടുത്തു. പിന്നെ അവർ തമ്മിൽ വ്യത്യാസമില്ലെന്ന്. കഥാർത്ഥം. കുറച്ചുകൂടെ ധൈര്യമായിട്ട് അവിടെ എഴുതിയിരിക്കുകയാണ്, ഞാനും പിതാവും ഒന്നാകും. പിതാവിനെ എനിക്ക് കാണിച്ചു തന്നാൽ മതിയെന്ന് ഒരു ശിഷ്യൻ പറഞ്ഞപ്പോൾ കർത്താവ് ചോദിച്ചു, ഫിലിപ്പോസേ, ഇത്രയും കാലം ഞാൻ നിന്റെ കൂടെ ഇരുന്നിട്ടും നിനക്കെന്നെ മനസ്സിലായില്ലേ? ഇത്രയും കാലം കൂടി ഇരുന്നിട്ടും നീ എൻ്റെ പ്രവൃത്തി നോക്ക്, എൻ്റെ ഇഷ്ടം നോക്ക്, എൻ്റെ ശബ്ദം കേൾക്ക്, എൻ്റെ ശബ്ദം നീ കേട്ട് നോക്ക്. പിതാവിൻ്റെ ശബ്ദമാണോ, പിതാവിൻ്റെ ഇഷ്ടമാണോ, പിതാവിൻ്റെ പ്രവൃത്തിയാണോ എന്നെങ്കിൽ മാത്രം വിശ്വസിച്ചാൽ മതി. നീ അത് ശ്രദ്ധിക്കാത്ത എന്താ? സമ്മതിച്ചു. അതേ ശബ്ദം, ഞാനാകുന്നവൻ ഞാനാകും. ആ ശബ്ദം യേശുവിനെ പിടിക്കാൻ വന്നവർ പറഞ്ഞപ്പോൾ, നിങ്ങൾ ആരെ അന്വേഷിക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ, നസ്രാന യേശുവിനെ അന്വേഷിക്കുന്നു പറഞ്ഞപ്പോൾ ഞാനാകും. ആ വാക്ക് കേട്ടപ്പോൾ അവർ നെടുമ്പാട് വീണു. കാരണം ഏതാ? മോശയ്ക്ക് അധികാരപ്പെടുത്തി വിടുമ്പോൾ പറഞ്ഞു വാക്കാണ്. അവരോട് ചോദിച്ചാൽ നീ പറയണം, ഞാനാകുന്നവൻ നിന്നെ അവരുടെ അടുക്കലയക്കും, ഞാനാകുന്നവൻ ഞാൻ. ആ ശബ്ദമാണ്. ആ ശബ്ദം കേട്ടപ്പോൾ ആൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല, അവിടെ വീണുപോയി. അതേ ശബ്ദം. അതുകൊണ്ടാണ് വചനം പറഞ്ഞത്, പിതാവിനോട് കേട്ട് പഠിച്ചവൻ എൻ്റെ അടുക്ക് വരും.
പിതാവിൻ്റെ പ്രവൃത്തികളെ കണ്ടിട്ടുള്ളവൻ എൻ്റെ പ്രവൃത്തികളെ കണ്ടറിഞ്ഞാൽ അപ്പോൾ വിശ്വസിക്കും. പിതാവിൻ്റെ ഇഷ്ടം ചെയ്യാൻ ആഗ്രഹിക്കുന്നവൻ ഞാൻ പറയുന്ന ഉപദേശം ദൈവത്തിൽ നിന്നുള്ളതെന്ന് അറിയും. 3 കാര്യങ്ങൾ നമ്മൾ ഓർത്തോളണം. 3 വചനങ്ങളാണ്. പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവന് ഉപദേശം വെളിപ്പെടും. പിതാവിൻ്റെ പ്രവൃത്തി എവിടെയെന്ന് അന്വേഷിച്ച് നടക്കുന്നവന് ക്രിസ്തുവിൻ്റെ പ്രവൃത്തി വെളിപ്പെടും. പിതാവിൻ്റെ നാമം അന്വേഷിച്ച് ചെല്ലുന്നവന് അത് വെളിപ്പെടും. പിതാവിൻ്റെ ശബ്ദം കേട്ട് ശീലിച്ചിട്ടുള്ളവൻ യേശുവിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ സംശയമില്ല, ഇത് തന്നെ ഉറപ്പിക്കാൻ സാധിക്കും. അങ്ങനെ 33.5 വയസ്സിൽ ശുശ്രൂഷ തികച്ചപ്പോൾ സ്വർഗത്തിൽ നിന്ന് ശബ്ദമുണ്ടായി, ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും മഹത്വപ്പെടുത്തും. അങ്ങനെ അന്ന് സകല നാമത്തിലും മേലായ യേശുക്രിസ്തു എന്ന നാമം ദൈവപുത്രനായ ക്രിസ്തു അവകാശമാക്കി. കർത്താവിന് സ്തോത്രം. ഇങ്ങനെ അവൻ തൻ്റെ ജീവനെ വെച്ചു കൊടുത്തു. മരിക്കേണ്ട അവസ്ഥ ആവശ്യം ഉണ്ടായിട്ടല്ല, പിന്നെയോ തൻ്റെ ജനത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി സ്വന്തമായി ജീവനെ കൊടുത്തു. കർത്താവ് മരിക്കേണ്ട കാര്യമില്ലായിരുന്നു. കർത്താവ് ഒരിക്കൽ പറഞ്ഞു, ഇതാ ഈ ലോകത്തിൻ്റെ പ്രഭുവായിരുന്നു, അവൻ എന്നോട് കാര്യമൊന്നുമില്ല. ലോകത്തുള്ള എല്ലാവരും കാര്യമുണ്ടാവും, എന്നോട് കാര്യമൊന്നുമില്ല. എങ്കിലും എൻ്റെ ജീവനെ വെച്ചു കൊടുക്കാനും അതിനെ തിരികെ പ്രാപിക്കാനും എനിക്ക് അധികാരമുണ്ട്. കാരണം ഈ ജീവനെ വെച്ച് കൊടുത്തിട്ട് വേണം പാതാളത്തിൽ ഒരു കൂട്ടം നോക്കിയിരിക്കുക. പാതാളത്തിൽ വലിയൊരു പറ്റം നോക്കിയിരിക്കുക. ഹാബേൽ മുതലുള്ള വിശുദ്ധന്മാർ, യാഗം കഴിച്ച് നിയമം ചെയ്ത വിശുദ്ധന്മാരുടെ കൂട്ടം പാതാളത്തിൽ നോക്കിയിരിക്കുക. അവർക്ക് വേണ്ടി മാത്രമല്ല, ഈ അന്ത്യകാലത്ത് ദൈവസഭ രൂപാന്തരപ്പെട്ട് വരുന്നുകൊണ്ടിരിക്കുക. അവർക്ക് വേണ്ടി മാത്രമല്ല, ദൈവത്തിൻ്റെ എതിരാളികളെ മുഴുവനും ന്യായം വിധിക്കാൻ അവകാശം പ്രാപിക്കണം, മരണത്തോളം അനുസരണമുള്ളവനായി തീരണം. അതിനുവേണ്ടി യേശു മരിച്ചത് കാര്യം പറയാം. ആർക്കൊക്കെ വേണ്ടി? പാതാളത്തിൽ ഒരു പറ്റം ആകാംക്ഷയോടെ നോക്കിയിരിക്കുന്നു. പാതാളത്തിൽ പോയിരിക്കുക, പാതാളം പിടിച്ചു വച്ചിരിക്കുക, പാതാളവും മരണവും പിടിച്ചു വച്ചിരിക്കുക. അവരുടെ പ്രതീക്ഷ, ദൈവസഭയുടെ പ്രതീക്ഷ, ന്യായം വിധിക്കാനായിട്ട് ശിക്ഷിക്കാതെ, പാപം ചെയ്ത ദൂതന്മാരെ ശിക്ഷിക്കാതെ ദൈവം അന്ധതമസ്സരെ ചങ്ങലയിട്ട് സൂക്ഷിച്ചേക്കുക. അവരെ ശിക്ഷിക്കണമെങ്കിൽ ഇവൻ വരണം. ലോകത്തെ ജയിച്ച് മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു. മരണത്തെ ജയിച്ച് അവൻ എഴുന്നേൽക്കണം. ഈ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സ്വന്തം ജീവനെ കൊടുത്തേ പറ്റൂ. ജീവനെ കൊടുത്തു. 3-ാം ദിവസം തിരികെ പ്രാപിച്ചു. മരിച്ചവിടെ നിന്നും അവൻ എഴുന്നേറ്റ് പ്രധാന സ്വതന്ത്രം മത്സരികളോട് കാഴ്ച വാങ്ങി എന്ന് പറഞ്ഞാൽ, പാതാളവും മരണവും എന്ന് പറയുന്ന 2 ദൂതന്മാരുണ്ട്. അവർ ബന്ധിച്ചു വെച്ചിരിക്കുന്ന പഴയ നിയമ വിശുദ്ധന്മാരെ, കർത്താവിന് ഇതാ ഞാൻ നിവർത്തിച്ചിരിക്കുന്നു. ഹാബേലെ, നീ വിശ്വാസത്താൽ ആട്ടിൻകുട്ടിയെ യാഗം കഴിച്ചത് എന്നെ കണ്ടുകൊണ്ടാണ്. ഈ ആളെ കണ്ടിട്ടില്ല, വിശ്വാസത്താൽ അത് ചെയ്തെന്നേ ഉള്ളൂ. ഹാബേൽ കണ്ടിട്ടില്ല, ഈ അവസാന കാലത്ത് വരുന്ന ആരാണെന്ന് കണ്ടിട്ടില്ല. പക്ഷേ ജയിച്ച് പാതാളത്തിലേക്ക് ഇറങ്ങിച്ചെന്നപ്പോൾ ഹാബേൽ നോക്കി, അയ്യോ, അന്ന് ഞാൻ കഴിച്ച യാഗം, ഒരു നിരപരാധിയായ ആട്ടിൻകുട്ടിയെ കൊണ്ടുവന്ന് കൈയും കാലും കെട്ടി അറുത്ത് ചോരയൊഴുക്കി എൻ്റെ പാപത്തിൻ്റെ പരിഹാരം ഇങ്ങനെ ഉണ്ടാകും. ഒടുവിൽ ദൈവോത്തരനായ ക്രിസ്തു ലോകത്തിലേക്ക് വരും, എൻ്റെ പാവങ്ങൾക്ക് പരിഹാരം വരുത്തിയതിന് ശേഷം എന്നെ കർത്താവിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുപോകും എന്ന് ഞാൻ വിശ്വസിച്ചന്ന് ചെയ്ത് ദൈവമായിട്ട് നിയമം ചെയ്ത്, എങ്കിലും ഈ കാര്യം പൂർത്തിയാകുന്നവരെയും ഈ യാഗം കഴിയുന്നവരെയും ബന്ധിച്ചിട്ടിരിക്കുന്ന അവസ്ഥയാണ് പാതാളത്തിൽ.
പ്രതീക്ഷയോടെ നോക്കിയിരിക്കുകയാണ് ഈ കൂട്ടം മുഴുവനും. നേരമാണ് മരിച്ചവരോട് സുവിശേഷം അറിയിപ്പാനായി ഇതാ ക്രിസ്തു പാതാളത്തിലേക്ക് ചെന്നത്. ഹാബേലെ ഞാൻ നിവർത്തിച്ചിരിക്കുന്നു, ഹാബേലെ ഞാൻ നിവർത്തിച്ചിരിക്കുന്നു. ആർപ്പിൻ്റെ സ്വരം, കർത്താവിന്റെ സ്തോത്രം, ആർപ്പിൻ്റെ സ്വരം. യാഗം കഴിച്ച് നിയമം ചെയ്തിരിക്കുന്ന കൂട്ടമെല്ലാം മത്സരികളോട് കാഴ്ച വാങ്ങി. പാതാളത്തോടും മരണത്തോടും കർത്താവ് പറഞ്ഞു, എനിക്കുള്ളത് താ. പാതാളവും മരണവും നിവൃത്തിയില്ല, വിട്ടുകൊടുത്തു. മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ സ്വന്തം മരണത്താൽ നീക്കി. പാതാളത്തിൻ്റെ അടിമകളായിരുന്നവരെ സ്വന്തം രക്തത്താൽ വിടുവിച്ച് അവരുമായി സ്വർഗത്തിലേക്ക് പോവുകയാണ്. പ്രധാന സ്തോത്രം. അപ്പോഴും ഓർത്തുകൊള്ളണം, അപ്പോഴും നമ്മൾ ഓർക്കേണ്ടത് ഈ മനുഷ്യൻ ഈ കാൽവരിയിൽ യാഗമായി തീർന്ന് മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുമ്പോഴും ഇത് ദാസരൂപം തന്നെയാണ്. അപ്പോഴും ദൈവരൂപം എവിടെ ഇരിക്കുന്നു? ദൈവസിംഹാസനത്തിലിരിക്കും. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമുണ്ട്. ഈ ദാസരൂപത്തിൻ്റെ ശുശ്രൂഷ കഴിഞ്ഞിട്ടില്ല. പാതാളത്തിൽ നിന്ന് ജനവുമായി പാതാളത്തിൽ നിന്ന് കയറി സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു. ആ സമയമാണ് മറിയ കാണുന്നത്. മഗ്ദലന മറിയ യേശു നിൽക്കുന്നതായിട്ട് തോട്ടക്കാരനാണെന്ന് വിശ്വസിച്ച് എന്ന് വിചാരിച്ചു. യേശുവിനെ കാണുന്നില്ല. യേശുവിനോട് തോട്ടക്കാരനാണെന്ന് വിചാരിച്ച് മറിയ പറഞ്ഞു, യജമാനെ, നീ അവനെ എടുത്തുകൊണ്ട് പോയെങ്കിൽ എവിടെ വെച്ചെന്ന് പറഞ്ഞു തരിക, ഞാൻ കൊണ്ടുപോയിക്കോളാം. നേരം വെളുത്തിട്ടില്ല, ഇരുട്ടുള്ള സമയത്ത് തന്നെയാണ്. ഈ പറയുന്ന വാക്ക് കേട്ട് കഴിഞ്ഞപ്പോൾ കർത്താവിന്റെ സ്തോത്രം, നീ അവനെ എവിടെ വെച്ചെന്ന് പറഞ്ഞു തരിക, ഞാൻ അവനെ എടുത്തുകൊണ്ട് പോയിക്കോളാം. കർത്താവ് ചോദിച്ചു, സ്ത്രീയെ, നീ കരയുന്നത് എന്തിനാ? നീ എന്താ കരയുന്നത്? അപ്പോഴും അവൾക്ക് ആളെ മനസ്സിലായില്ല. എവിടെ വെച്ചെന്ന് പറഞ്ഞു തന്നാൽ മതി, എൻ്റെ കർത്താവിനെ എടുത്തുകൊണ്ട് പോയി. യേശു പറഞ്ഞു, മറിയേ. ആ ശബ്ദം കേട്ടപ്പോഴാണ് സ്തോത്രം, കർത്താവിനെ തീർച്ചയായും ശബ്ദം. ഇതേ ശബ്ദം തന്നെ നാളെ ഇവിടെ വെളിപ്പെടാൻ പോവാ. കർത്താവ് തന്നെ ഗംഭീരനാഥത്തോടും പ്രധാന തോന്നുന്ന ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടി ഏറ്റവും ആദ്യം വരുന്ന ശബ്ദം ഇതാണ്. കർത്താവിൻ്റെ ഗംഭീരനാഥമാണ്. കർത്താവ് നമ്മൾ ആദ്യം പറഞ്ഞല്ലോ, പിതാവിൻ്റെ നാമം, പിതാവിൻ്റെ ശബ്ദം, പിതാവിൻ്റെ ഇഷ്ടം, പിതാവിൻ്റെ പ്രവൃത്തി, ഇത്രയും വെളിപ്പെടുത്തിയവനാണ് നമ്മുടെ കർത്താവ്. ഇത്രയും വെളിപ്പെടുത്തിയവനാണ്. ആ ശബ്ദത്തെ തിരിച്ചറിയുന്നവൻ 22-ാം സംഖ്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, യഹോവയെ കാത്തിരിക്കുന്നവർ അവനെ സ്തുതിക്കും. യഥാർത്ഥത്തിൽ ദൈവത്തെ കാത്തിരിക്കുന്ന ജനമെന്ന് പറയുന്നത് ഇസ്രായേൽ ജനം കാത്തിരിക്കുന്നത് ആ വരുന്ന മഹാപ്രഭാവത്തിൽ വരുന്നവനെയാണ്. അന്ന് സീനായി മലയിൽ പ്രത്യക്ഷനായ ദൈവത്തിൻ്റെ മഹാരൂപത്തെയാണ് അവർ കാത്തിരിക്കുന്നത്. എന്നാൽ വ്യവസ്ഥ പ്രകാരം കാത്തിരിക്കേണ്ടത് എന്താണെന്ന് അറിയാമോ? കർത്താവിന്റെ സ്തോത്രം, കാത്തിരിക്കുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടം, ദൈവത്തിൻ്റെ ശബ്ദം, ദൈവത്തിൻ്റെ പ്രവൃത്തി, ദൈവത്തിൻ്റെ നാമം. ഇത് നാലുമായി ആര് വരുന്നു? അവനെയാണ് കാത്തിരിക്കേണ്ടത്. അവനാണ് യഥാർത്ഥത്തിൽ ദൈവത്തെ കാത്തിരിക്കുന്നവൻ. മറ്റത് അത്ഭുതങ്ങളും അടയാളങ്ങളും കാത്തിരിക്കുന്നതാണ്. എങ്ങും എത്തൂല. കർത്താവ് പറഞ്ഞ വാക്കോർത്ത് കൊള്ളണം. പിതാവിൻ്റെ ഇഷ്ടം ചെയ്യാൻ ആഗ്രഹിച്ചാൽ മതി. നിങ്ങൾക്ക് ഈ ഉപദേശം അറിയാം, പഠിക്കും. പിതാവിൻ്റെ നാമം എന്താണെന്ന് അറിഞ്ഞാൽ മതി, നിങ്ങളെന്നെ സ്വീകരിക്കും. കർത്താവിന്റെ സ്തോത്രം. പിതാവിൻ്റെ ശബ്ദം കേട്ടാൽ മതി, അത് പഠിച്ചാൽ മതി. ഈ ശബ്ദം അത് തന്നെയാണ്. മറ്റൊന്ന്, പിതാവിൻ്റെ പ്രവൃത്തികളെ ശോധന ചെയ്ത് അറിഞ്ഞാൽ മതി. ഇതുമായിട്ടൊരു വ്യത്യാസമില്ല, നിങ്ങൾ എന്നെ അറിയും. ഇത് ഈ 4 കാര്യങ്ങൾ അറിയാതെ വന്നതാണ് ക്രിസ്തുവിനെ അറിയാതെ പോയതിൻ്റെ കാരണം. ഇവിടെ ആദ്യം മറിയ പെട്ടെന്ന് സാഹചര്യങ്ങളുടെ പ്രതികൂലം കൊണ്ട് സംശയിച്ചുവെങ്കിലും
അവൾ കരഞ്ഞപ്പോൾ, അവൾ ആ വാക്ക് പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു, മറിയേ. ആ വാക്ക് കേട്ടപ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്നു. ശബ്ദം, ആരുടെ ശബ്ദം? ഓ, എൻ്റെ ദൈവത്തിൻ്റെ ശബ്ദം. അത് ഞാൻ അടുത്ത് കേൾക്കുന്നത് ഇവൻ്റെ വായിൽ നിന്നാണ്. ഇന്ന് വീണ്ടും കേൾക്കുന്നത് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനാണ്. മറിയേ. കർത്താവ് പറഞ്ഞു, എന്നെ തുടരുത്. ഞാൻ പിതാവിൻ്റെ അടുക്കൽ ഇതുവരെ കയറി പോയിട്ടില്ല. പാതാളത്തിൽ നിന്ന് വന്നിട്ടുണ്ടെങ്കിലും പിതാവിൻ്റെ അടുക്കൽ കയറി പോയിട്ടില്ല. പിതാവിൻ്റെ അടുക്കൽ എന്നെ തുടരുത്. കർത്താവിന് സ്തോത്രം. ദൈവപുത്രൻ ക്രിസ്തു ഈ കാഴ്ചയുമായി സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു. ദൈവപുത്രൻ മാത്രം സ്വന്തം രക്തത്താൽ പിതാവിൻ്റെ അടുക്കൽ കയറി പോയിട്ടില്ല. വേറെ ആരും തൊടാൻ വ്യവസ്ഥയില്ല. അതുകൊണ്ട് മറിയെ തുടരുമെന്ന് പറഞ്ഞു. സ്വന്തം രക്തത്താൽ വിശുദ്ധ സ്ഥലവും കടന്നു, അതിവിശുദ്ധ സ്ഥലത്തെത്തി, കൃപാസനത്തിലെത്തി. കർത്താവിന് ഓർക്കണം, കൃപാസനത്തിലെത്തി. എവിടെ കടന്നു എന്നറിയോ? നമുക്കറിയാം, സ്വർഗത്തിൽ എത്തുന്നതിന് മുമ്പ് എന്തൊക്കെ കിടക്കണമെന്ന്. ജീവനുള്ള ദൈവത്തിൻ്റെ നഗരമായ യെരുശലേം കിടക്കണം, ഗോപുരം കിടക്കണം, യെരുശലേം പട്ടണം കിടക്കണം, സിയോൻ പർവ്വതം കിടക്കണം, വിശുദ്ധ സ്ഥലം കിടക്കണം. ഇത്രയും കടന്നു വേണം അതിവിശുദ്ധ സ്ഥലത്തെത്താൻ. അതിവിശുദ്ധ സ്ഥലത്ത് പ്രവേശിച്ചു. ഒരു മനുഷ്യനും അന്നുവരെ പ്രവേശിച്ചിട്ടില്ല. അന്നുവരെയും ഒരു മനുഷ്യനും പ്രവേശിച്ചിട്ടില്ല. സ്വന്തം രക്തവുമായി അതിലേക്ക് അതിവിശുദ്ധ മന്ദിരത്തിലേക്ക് പ്രവേശിച്ചു. താൻ സ്വന്തം രക്തം കൃപാസനത്തിൽ തളിച്ചു. ദൈവത്തിൻ്റെ കോപം, മാനവരാശിയോടുള്ള കോപം, ആദാമിനോടും ഹവ്വയോടും ദൈവത്തിനുണ്ടായിരുന്ന കോപം. പാപം ചെയ്യുന്ന ദേഹി മരിക്കും. രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല. അത് ദൈവത്തിൻ്റെ വ്യവസ്ഥയാണ്. ആ വ്യവസ്ഥയും പ്രകാരം അവിടെ രക്തം തളിച്ചു. രക്തം തളിച്ചു വീട് തൻ്റെ പുത്രൻ്റെ രക്തം വീണതോടുകൂടി ദൈവകോപം ശമിച്ചു. കർത്താവിന് സ്തോത്രം. ദൈവം ലോകസ്ഥാപനത്തിന് മുമ്പേ അവൻ ഏത് പദവിയിലായിരുന്നുവോ ആ പദവിയിലേക്ക് അവനെ ഉയർത്തി. കർത്താവിന് സ്തോത്രം. ആ പദവി ഏതായിരുന്നു? നമ്മൾ ആദ്യം ചിന്തിച്ചതുപോലെ സ്വർഗത്തിലേക്ക് നോക്കുമ്പോൾ ദൈവസിംഹാസനം, അതിലൊരുത്തൻ ഇരിക്കുന്നു. അവനിരിക്കുന്നത് പിതാവിൻ്റെ മടിയിൽ. പിതാവിന് സഭയാവത്തം പരിശുദ്ധാത്മാവ്. കർത്താവിന് ആ പരിശുദ്ധാത്മാവ് മറിയയിലേക്ക് വന്നു. സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ ദൈവോത്തരം ദൈവശക്തി തന്നെയാണ്. അതിൻ്റെ നിഴലും വന്നു. യേശു എന്ന മനുഷ്യനൊരുവായി വളർച്ച പ്രാപിച്ചു, ശുശ്രൂഷ തികച്ചു, പാതാളത്തിലേക്ക് പോയി. അപ്പോഴെല്ലാം ഈ പരിശുദ്ധാത്മാവ് അവനിൽ കൂടി അവനെ കൊണ്ടുവന്നു, പാതാളത്തിൽ നിന്ന് കയറ്റി, ബദ്ധന്മാരെ പിടിച്ചുകൊണ്ട് ഉയരത്തിലേക്ക് പോയി. അവൻ മാത്രം സ്വർഗത്തിലേക്ക് സ്വന്തം രക്തവുമായി പ്രവേശിച്ചു. രക്തം തളിച്ചതോടുകൂടി പണ്ടുണ്ടായിരുന്ന മഹിമയിലേക്ക് ഈ നിഴലായി മനുഷ്യനായി വന്നവൻ ചേർന്നു. കർത്താവിൻ്റെ വചനം പറയുന്നത് ദൈവം അവന് തേജസ് കൊടുത്തു വരും. അങ്ങനെ അവൻ ദൈവശക്തിയുടെ വലത്ത് ഭാഗത്ത്, മഹിമയുടെ വലത്ത് ഭാഗത്ത് ദൈവസിംഹാസനത്തിൽ പോയി ഇരുന്നു. അങ്ങനെ ഇരുന്നവൻ, കർത്താവിൻ്റെ വചനം പറയുന്നത്, അവൻ ഇരുന്നതോടുകൂടി വീണ്ടും മാനവരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടി ദൈവത്താൽ ഭൂമിയിലേക്ക് അയക്കപ്പെട്ടു. എങ്ങനെ അയക്കപ്പെട്ടു? അതിനാണ് കർത്താവിൻ്റെ വചനം പറയുന്നത്, ഒന്നാമത്തെ ആദാം ജീവനുള്ള ദേഹിയായി തോന്നി, ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവായി തോന്നി. അവിടെ വെച്ചാണ്, ആ ശുശ്രൂഷ കഴിയുന്ന സമയത്ത് വെച്ചാണ് അവൻ പരിശുദ്ധാത്മാവായി തീർന്നു. ഈ പോയവൻ, പരിശുദ്ധാത്മാവിനാൽ സ്വർഗാരോഹണം ചെയ്തവൻ, തൻ്റെ രക്തത്താൽ ശുശ്രൂഷ തികച്ചു കഴിഞ്ഞപ്പോൾ അവൻ വീണ്ടും
പരിശുദ്ധാത്മാവായി ഭൂമിയിലേക്ക് അയക്കപ്പെട്ടു. അതാണ് യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള പരിശുദ്ധാത്മാവായിട്ട് പെന്തക്കോസ്ത് നാളിൽ വന്നതും ഇന്നും വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പരിശുദ്ധാത്മാവാണ് നമ്മൾ ആദ്യം കേട്ടത്. എന്താണ്? പ്രധാന സ്തോത്രം. ആ പരിശുദ്ധാത്മാവ് വന്നു, പ്രസംഗിക്കുന്നവനിൽ വന്നു, അവനിൽ കൂടി പ്രസംഗിച്ചു. ആ പ്രസംഗിച്ച വചനം വിശ്വസിക്കാൻ ദൈവം നിശ്ചയിച്ചിട്ടുള്ളവൻ കേട്ടു. കേട്ടത് അവരിൽ വിശ്വാസമായി പരിണമിച്ചു. വിശ്വസിച്ചവനിലേക്ക് ക്രിസ്തു പ്രവേശിച്ചു. അവൻ്റെ ഹൃദയത്തിൽ ക്രിസ്തുവുണ്ട്. ക്രിസ്തു ഉണ്ടെങ്കിൽ നമ്മൾ പഠിച്ചു സ്വർഗത്തിൽ ദൈവപുത്രനായ ക്രിസ്തു എവിടെയിരിക്കുന്നു? പിതാവായ ദൈവത്തിൻ്റെ മടിയിൽ അല്ലെങ്കിൽ മാർവിൽ. എന്നാൽ ഭൂമിയിലേക്ക് വന്ന മനുഷ്യനായ ക്രിസ്തു യേശു എവിടെയിരിക്കുന്നു? സ്വർഗസ്ഥനായ ദൈവത്തിൻ്റെ സർവ്വവ്യാപിത്വമായ പരിശുദ്ധാത്മാവിൻ്റെ മടിയിലിരിക്കുന്നു. ഒരാൾ ദൈവത്തിൻ്റെ മടിയിൽ, ഒരാൾ അവൻ്റെ സർവ്വവ്യാപിത്വത്തിൻ്റെ മടിയിൽ. അപ്പോൾ ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത് ഇങ്ങനെ വ്യവസ്ഥ പ്രകാരം ക്രിസ്തുവിനെ ഹൃദയത്തിൽ പ്രാപിച്ചവൻ ക്രിസ്തു ഉണ്ടോ? ഉണ്ടെങ്കിൽ പിതാവിനെ കൂടാതെ പുത്രനില്ല. അതുകൊണ്ടാണ് നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരം എന്ന് പറയുന്നത്. ക്രിസ്തുവിനെ പ്രാപിച്ച് ക്രിസ്തു വസിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ക്രിസ്തു എവിടെയായിരുന്നാലും പിതാവിൻ്റെ മാർവിലായിരിക്കും. ക്രിസ്തു എവിടെയായിരുന്നാലും പിതാവിൻ്റെ മാർവിലേ വസിക്കൂ. അപ്പോൾ പിതാവിൻ്റെ മാർവിലാണ് അവൻ പോയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്വർഗത്തിൽ പിതാവിൻ്റെ മാർവിലിരിക്കുമ്പോൾ ഭൂമിയിൽ സർവ്വവ്യാപിത്വത്തിൽ പരിശുദ്ധാത്മാവിൽ ക്രിസ്തു ആയിരിക്കുന്നതുകൊണ്ട് ഇന്ന് പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാണ് നമ്മുടെ ശരീരം. പിതാവിൻ്റെ മാർവിൽ, പിതാവിൻ്റെ മടിയിൽ പുത്രനിരിക്കുന്നത് പോലെ ഇന്ന് പരിശുദ്ധാത്മാവിൽ ക്രിസ്തു നമ്മിലായിരിക്കുന്നു. ഈ വാക്യങ്ങളിൽ നിന്ന് നമ്മൾ ചില കാര്യങ്ങൾ ഈ വചനത്തിൽ നിന്ന് ഗ്രഹിക്കാനിടയായിരുന്നു. ഈ വാക്യങ്ങളിൽ നിന്നും നമ്മൾ ചിന്തിച്ചു തുടങ്ങിയത് ദൈവം ഏകനെന്നാണ്. ഏകദൈവം എന്നുള്ള ഉപദേശത്തിന് ഈ ഇത്രയും വസ്തുതകൾ വചനപ്രകാരമാണെങ്കിൽ, ഇത്രയും വസ്തുതകൾ സത്യവചനത്തിന് അനുസരണമാണെങ്കിൽ ദൈവമേഖല സംശയം ഉണ്ടാകാൻ വഴിയില്ല. അത് മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കാതെ, പ്രാപിക്കേണ്ടതുപോലെ പ്രാപിക്കാതെ വരുന്നതുകൊണ്ട് മാത്രമാണ് അത് സംഭവിക്കുന്നത്. കർത്താവ് ലളിതമായി നമ്മുടെ ബുദ്ധിക്ക് കർത്താവ് വെളിപ്പെടുത്തി തരുന്നതാണ്. ഇത് ദുരൂഹതയൊന്നുമില്ല. ദൈവത്തിൻ്റെ വചനത്തിൽ ദുരൂഹത വരുന്നത് വക്രബുദ്ധിയുള്ളവർക്കാണ്, നശിച്ചു പോകുന്നവർക്കാണ്. ഇത് ലളിതമാണ്, നിഷ്കളങ്ക ഹൃദയത്തോടെ. ആകയാൽ എല്ലാ ചതിവും, വ്യാജഭാവവും, നുണയും, അസൂയയും, ദുഷ്ടതയും വിട്ട് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ വചനം എന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പിക്കും. ഈ വചനം പാലായിത്തീരും. ഒരു അമ്മയുടെ മാർവിലിരുന്ന് കുഞ്ഞ് പാല് കുടിക്കുന്നത് പോലെ നമുക്കിതിൽ നിന്ന് പ്രാപിക്കാൻ കഴിയും. ആദ്യമേ തന്നെ ഇപ്പോൾ ജനിച്ച ശിശുവിനെ പോലെ നിഷ്കളങ്കമായാൽ അത് പാലായിട്ട് തന്നെ പ്രാപിക്കാം. വക്രതയോട് നോക്കിക്കഴിഞ്ഞാൽ വക്രനോട് വക്രത കാണിക്കും. വക്രനോട് വക്രത കാണിക്കുന്ന ദൈവമാണ്. നിഷ്കളങ്കനോട് നിഷ്കളങ്കനായിരിക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് നാം ഇന്ന് ഇവിടെ ചിന്തിച്ച ചിന്തകളുടെ ഒരു പൂർണ്ണ രൂപം നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് വരച്ചു തരട്ടെ. കർത്താവിൻ്റെ ആത്മാവിനെ കൂടാതെ നമുക്കത് പ്രാപിക്കാൻ സാധ്യമല്ല. പ്രാപിച്ചിരിക്കുന്ന അളവിനൊത്തവണ്ണം ഈ കാര്യം ഇവിടെ പറയാൻ ശ്രമിച്ചു. ഏതെങ്കിലും കാര്യത്തിൽ സംശയമുണ്ടെങ്കിൽ
അത് നമുക്ക് സംസാരിച്ചും ദൈവത്തോട് തന്നെ ചോദിച്ചും ആ സംശയം തീർത്ത് മുമ്പോട്ട് പോകാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ ആത്മാവിനാൽ ഈ കാര്യം സാധ്യമാകട്ടെ. സർവശക്തനായ ദൈവം അതിനുവേണ്ടി ജനത്തെ ഉണർത്തട്ടെ, ജനത്തെ സഹായിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഈ ശുശ്രൂഷ ഇവിടെ അവസാനിക്കും.